സംസ്ഥാനത്തെ ബി.ജെ.പി നേതൃത്വത്തിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. അതിന് കാരണമായത് സന്ദീപ് വാര്യരെ പോലുള്ളവർ കോൺഗ്രസിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നത് മാത്രമല്ല, അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ അവരെ മാർജിനലൈസ് ചെയ്യാതെ, അവരെ പാർശ്വവൽക്കരിക്കാതെ കൃത്യമായും നേതൃനിരയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യിക്കാൻ കോൺഗ്രസ് എടുക്കുന്ന ആ ഒരു സമീപനമുണ്ട്. അത് വാസ്തവത്തിൽ കോൺഗ്രസ് മറ്റുള്ള പാർട്ടിയിൽ നിന്നുള്ളവരെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് കാരണമാകും. കോൺഗ്രസ് വിട്ടു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്നൊരു ചൊല്ല് അന്വർത്ഥമാകുന്ന തരത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന മാറ്റങ്ങൾ. ഒരുപക്ഷെ താഴെ തട്ടിലേക്ക് കോൺഗ്രസിന് ഏറ്റവും വാശിയേറുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലെ വർഗീയതയെ തുടച്ചു നീക്കാൻ കോൺഗ്രസിലേക്ക് ബി.ജെ.പിയിൽ നിന്നുള്ളൊരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് എത്തും എന്ന വലിയ തോതിലുള്ള സംസാരം രൂപപ്പെടുമ്പോഴും പത്മജ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയതുകൊണ്ട് കോൺഗ്രസിന് യാതൊരു നഷ്ടവുമില്ല എന്നതും, അനിൽ കെ ആന്റണി കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയത് കാരണം ഒരു കോമാളിയെ പോലെ ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളതും ശരിവെക്കലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ രണ്ടു വട്ടം മത്സരിച്ച് പരാജയം അറിഞ്ഞവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ്റെ മകൾ എന്നൊരു ലേബലല്ലാതെ തഴക്കവും പഴക്കവും ചെന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും അവർ മുതിരുന്നില്ല. അവർ കൊടിപിടിച്ചിട്ടില്ല, അവർ പാർട്ടിക്ക് വേണ്ടി വിയർത്തിട്ടില്ല, പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. അവർക്ക് കരുണാകരൻ്റെ മകൾ എന്ന ലേബലിൽ സുഖലോലിപമായി ജീവിക്കുന്നു. അവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പാർട്ടി വിട്ടു പോകുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ അവരെ തള്ളിപ്പറയാൻ നേതൃനിരയിലുള്ളവർ തന്നെ എത്തുന്നത്. വി.ഡി. സതീശനെ കുറിച്ചും കോൺഗ്രസിനകത്തെ യുവ നേതാക്കന്മാരെക്കുറിച്ചുമൊക്കെ ഏറ്റവും മോശമായ പരാമർശമാണ് ഈ അടുത്ത് പത്മജ നടത്തിയത്. ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ്, രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പത്മജ വലിയ തോതിൽ വർഗീയ വിഷം വിളമ്പാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന് കാരണം പത്മജയ്ക്ക് തൃശ്ശൂർ നിയമസഭാ സീറ്റ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ധാരണ. കാരണം കേന്ദ്രത്തിലേക്ക് സുരേഷ് ഗോപി വിജയിച്ച് കയറിയ നിമിഷം മുതൽ തന്നെ പത്മജയ്ക്ക് തൃശ്ശൂർ നിയമസഭാ സീറ്റ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2021 മത്സരിച്ച പത്മജ വേണുഗോപാലും തമ്മിൽ കേവലം 1000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. അവർ 2-3 സ്ഥാനങ്ങളിലാണ് എത്തിയത്. എന്നാൽ കോൺഗ്രസിന് വേണ്ടി തേറമ്പിൽ രാമകൃഷ്ണൻ നിരവധി തവണ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം വിജയിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ പാരമ്പര്യം നിലനിർത്താൻ പത്മജയ്ക്ക് കഴിഞ്ഞില്ല. എന്തിനധികം പറയുന്നു, അവർ മുകുന്ദപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ലോലപ്പൻ നമ്പാടൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 1.5 ലക്ഷം വോട്ടിന് വിജയിച്ചു കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ EVM-ന് ഇതെന്തു പറ്റി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇങ്ങനെയൊക്കെ ഞാൻ ജയിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നും ലോലപ്പൻ നമ്പാടൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പത്മജയെ കോൺഗ്രസിന് ആവശ്യമില്ലാത്തതും അവർ കോൺഗ്രസിനകത്തെ ഒരു കുളംകൊലക്കിയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ബി.ജെ.പിയിലേക്ക് പോയത് വഴി കോൺഗ്രസിന് ശാപമോക്ഷം കിട്ടി എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. വാസ്തവമാണ്. എന്നാൽ ആ പറഞ്ഞ ആ ഒരു സംസാര രീതിയെ വളച്ചൊടിക്കാൻ പത്മജ നിരന്തരം ശ്രമിച്ച് സെൻറ്റിമെൻറ്റാലിറ്റി പിടിച്ചെടുക്കാൻ, അമ്മമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും സെൻറ്റിമെൻറ്റാലിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ് വാസ്തവം.